കാരണം അവളെ ബുദ്ധിമുട്ടിക്കണ്ടായിട്ട് മൈഗ്രെയിൻ അത്ര മൈഗ്രെയിൻ തലവേദന അങ്ങനെ തന്നെ പറയാം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ സമയത്തെ ആ ഒരു പെയിനും ആ ഒരു ദേഷ്യവും ആ ഒരു വേവലാതിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു തലവേദന ഒന്നുമില്ലെങ്കിലും നമുക്കും തലവേദന വരും. ഞങ്ങളെ എൻ്റെ വൈഫിനെ കൊണ്ടും എൻ്റെ രണ്ടാമത്തെ മകൾ ഫിദമോളെ കൊണ്ടും ഒരു മൈഗ്രെയിൻ ചികിത്സക്ക് വേണ്ടി പോകട്ടോ. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്മൾ അറിയുന്ന നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് അവിടെ എത്തി രജിസ്ട്രേഷൻ ചെയ്തു. ഫിദമോൾക്ക് മൈഗ്രെയിൻ ആണ്. അപ്പൊ അതിന്റെ ഒരു മരുന്ന് പുലർച്ചെ സമയം 4 മണിയപ്പോ തൊട്ട് അല്ലേ? ഞങ്ങൾ 2 മണിക്ക് തന്നെ തുടങ്ങും. 2:30 അല്ലേ? അപ്പൊ ഞാൻ എന്താ വെച്ചാൽ കാരക്കാടല്ലേ ഒന്ന് വരാൻ ഒന്നുകൂടി എളുപ്പല്ലേ? അറിയാലോ, ആലുവ ഒരുപാട് അപ്പൊ അവരൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സൂര്യോദയത്തിന് മുന്നേ തന്നെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും ഒന്ന് നോക്കി എന്റെ കുട്ടിക്ക് കുറച്ച് ഇങ്ങനെ വരണം അതെ സമയം കിട്ടിയിട്ടാണ്. 1 വർഷമായിട്ടാണ് കൂടുതൽ ആദ്യം ഉണ്ടാകുന്നില്ല. ടെൻത്തിലെത്തുമ്പോ കുറച്ച് ടെൻഷൻ കൂടും അല്ലേ? അപ്പോ നമുക്ക് എന്തായാലും വേദന കുറച്ച് കൂടുന്നുണ്ടാവും. കാരണം ടെൻഷന് പ്രത്യേകമായിട്ട് മൈഗ്രെയിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് പാരമ്പര്യമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഉമ്മാക്കോ അല്ലെങ്കിൽ വല്യമ്മാക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇത് തുടങ്ങിയിട്ട് എത്ര കാലപ്പഴക്കം ഉണ്ടെന്നൊക്കെ ചോദിക്കും. നെറ്റിയിലൊന്ന് തടവും. പിന്നെ അവര് തയ്യാറാക്കി വെച്ച ഒരു പച്ചമരുന്ന് നെറ്റിയിൽ ഞങ്ങൾക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് ഇവിടെ ചികിത്സ ഇപ്പോ അതിന് ശേഷം ഉപ്പാന്റെ ഒപ്പം നമ്മളായിട്ട് പിന്നെ ഒരു 10-15 വർഷം ഉപ്പാന്റെ കൂടെ നിന്ന് ഇത് പഠിച്ചു. ഇതിന്റെ മരുന്നുകള് കൂട്ടുകളൊക്കെ പഠിച്ചു. ഇപ്പൊ മരിച്ചിട്ട് ഒരു 5 വർഷമായിട്ടുള്ളൂ. 5 വർഷം. ഉപ്പാന്റെ പേര് മൊയ്തുണ്ണി എന്നാണ്. പല കുറച്ച് പത്രത്തിലൊക്കെ ഇങ്ങനെ ഇത് കാണുന്ന ആളുകൾക്ക്. ഞങ്ങളിപ്പോ ഉള്ളത് കൂനമ്പൂച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതുപോലെ എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? മരുന്ന് കെട്ടി കഴിഞ്ഞാൽ അകത്തേക്കൊന്നും നമ്മളൊരു മരുന്നും കഴിക്കാൻ കൊടുക്കുന്നില്ല. അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഇതിനൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പേടിക്കാനില്ല. അതാണ് മാത്രമേ. അതെ തീർച്ചയായിട്ടും ഇന്ത്യയിലില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉള്ളിലേക്ക് കഴിക്കാൻ മറ്റൊരു മരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും മറ്റു മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്കൊക്കെ ഈ ചികിത്സ ചെയ്യാം. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ മരുന്ന് നെറ്റിയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാലേ നമ്മൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോവുക. സൂര്യൻ ഉദിച്ച് ഉച്ചയ്ക്ക് 1 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഈ കെട്ടഴിച്ച് കളയുക. വേറെ പത്തിയോ വേറെ ബുദ്ധിമുട്ടോ വേറെ ഒന്നുമില്ല. ഈ ചികിത്സ വളരെ ലളിതമാണ്. മിക്ക ആളുകൾക്കും ഒറ്റ ചികിത്സ കൊണ്ട്, കൂടുതൽ കാലപ്പഴക്കമുള്ളവർക്ക് 2 തവണ മാക്സിമം 3 തവണ കൊണ്ട് മൈഗ്രെയിൻ എന്ന രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ തന്നെയാണ് അനുഭവസ്ഥരും പറയുന്നത്. ഏതെങ്കിലും 1-2 ആളുകൾക്കൊക്കെ മറിച്ചും അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അന്വേഷിച്ച എന്നോട് അനുഭവങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഈ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചികിത്സ കൊണ്ട്. കെട്ടിയോൾക്കും ഇതേ പ്രശ്നം തന്നെയാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ എല്ലാ രോഗത്തിനും ഈ പ്രകൃതിയിൽ അതിനുള്ള ചികിത്സാ വിധികളുണ്ട്, മരുന്നുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ? അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ചികിത്സകളും പരമ്പരാഗത ചികിത്സകളാണ്. അപ്പോൾ നമ്മുടെ മുസ്തഫയുടെ പിതാവിൽ നിന്ന് കൈമാറി കിട്ടിയതാണ് ഈ ചികിത്സ. ഒരുപാട് ആളുകൾ, നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇത്തരം മൈഗ്രെയിനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ദൂരമൊന്നുമില്ല. ഞാൻ മുസ്തഫയുടെ നമ്പർ ഇതിൽ കൊടുക്കാം. കാരണം ഒരുപാട് ആളുകൾക്ക് അതൊരു ഉപകാരം കൂടെ ആയിക്കോട്ടെ. കാരണം പിന്നെ ഇതിന് വലിയൊരു ചെലവ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കാരണം ഞാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, ബുക്ക് ചെയ്യുക, പോവുക. മാഷാണ്, കലാകാരനാണ്, നമ്മുടെ ഗണത്തിൽപ്പെട്ട ആളാണ്. കേട്ടോ, ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും ഈ ചികിത്സക്ക് ശേഷമുള്ള ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ എന്റെ വൈഫിന് മൈഗ്രെയിൻ വരുമ്പോൾ